എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് SCERT 9ാം ക്ലാസ് സോഷ്യലിലെ ജോഗ്രഫി വിഭാഗത്തെ 4ാമത്തെ പാഠഭാഗത്തിന്റെ പേര് പ്രകൃതിയുടെ കൈകളാൽ എന്നാണ്. ഇതിൽ PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ ഏതാണ്? ഭൂരൂപീകരണ പ്രക്രിയയാണ്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ ഭൂരൂപീകരണ പ്രക്രിയ. ഭൂരൂപീകരണ സഹായികൾക്ക് ഉദാഹരണങ്ങളാണ് കാറ്റ്, ഹിമാനികൾ, ഒഴുകുന്ന ജലം, തിരമാല തുടങ്ങിയവ. ഭൂരൂപീകരണ സഹായികൾക്ക് ഉദാഹരണമാണ് കാറ്റ്, ഹിമാനികൾ, ഒഴുകുന്ന ജലം, തിരമാല എന്നിവ. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം. മഞ്ഞുമൂടിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്ന മഞ്ഞുപാളിയാണ് ഹിമാനി. മഞ്ഞുമൂടിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്ന മഞ്ഞുപാളിയാണ് ഹിമാനി. ശിലകൾ പൊടിഞ്ഞ് ശിലാവസ്തുക്കൾ രൂപം കൊള്ളുന്നതിന് കാരണം രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിവയാണ്. ശിലകൾ പൊടിഞ്ഞ് ശിലാവസ്തുക്കൾ രൂപം കൊള്ളുന്നതിന് കാരണം രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിവയാണ്. ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് നമ്മൾ പറയുന്നത്. ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം. അപരദനത്തിലൂടെ കൊണ്ടുവരുന്ന ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. അപരദനത്തിലൂടെ കൊണ്ടുവരുന്ന ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. അപരദനത്തിന് കാരണമാകുന്ന ബാഹ്യശക്തികൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒഴുകുന്ന ജലം, കാറ്റ്, തിരമാല, ഹിമാനികൾ എന്നിവയാണ്. അപരദനത്തിന് കാരണം ആകുന്ന ബാഹ്യശക്തികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവ ഒഴുകുന്ന ജലം, കാറ്റ്, തിരമാല, ഹിമാനികൾ തുടങ്ങിയവയാണ്. ഒരു നദിയുടെ ഉദ്ഭവസ്ഥാനം അറിയപ്പെടുന്നത് പ്രഭവസ്ഥാനം എന്നാണ്. ഒരു നദിയുടെ ഉദ്ഭവസ്ഥാനം അറിയപ്പെടുന്നത് പ്രഭവസ്ഥാനം എന്നാണ്. ഒരു നദിയുടെ പതനസ്ഥാനം അറിയപ്പെടുന്നത് നദീമുഖം എന്നാണ്. ഒരു നദിയുടെ പതനസ്ഥാനം അറിയപ്പെടുന്നത് നദീമുഖം എന്നാണ്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ് എന്നിവ. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ് എന്നിവ. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചെരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ തരംതിരിച്ചിരിക്കുന്ന വിധമാണ് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചെരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ തരംതിരിച്ചിരിക്കുന്ന വിധമാണ് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ. നദി ഉദ്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. നദി ഉദ്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടം ഉപരിഘട്ടമാണ്. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഉപരിഘട്ടം.
നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത നദിയുടെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഉപരിഘട്ടമാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത നദിയുടെ ഘട്ടം ഉപരിഘട്ടം. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടം ഉപരിഘട്ടമാണ്. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടം ഉപരിഘട്ടം. ചെരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗം മധ്യഘട്ടമാണ്. ചെരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗം മധ്യഘട്ടം. അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മധ്യഘട്ടം. അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മധ്യഘട്ടമാണ്. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടം മധ്യഘട്ടം. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയവ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടം മധ്യഘട്ടമാണ്. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്ക് നടക്കുന്ന നദീമാർഗം കീഴ്ഘട്ടമാണ്. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്ക് നടക്കുന്ന നദീമാർഗം കീഴ്ഘട്ടം. നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം കീഴ്ഘട്ടമാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം കീഴ്ഘട്ടം. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഭാഗം കീഴ്ഘട്ടമാണ്. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഭാഗം കീഴ്ഘട്ടം. നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശിലാഘടന, ഒരു ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ഒഴുക്കിന്റെ വേഗം എന്നിവയാണ്. നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ശിലാഘടന, ഒഴുകുന്ന പ്രദേശത്തെ ചെരിവ്, ഒഴുക്കിന്റെ വേഗം എന്നിവ. നദി ഒഴുകിക്കൊണ്ടുപോകുന്ന ചരൽ, മണൽ, ഉരുളൻകല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകൾ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനമുണ്ടാകുന്നതും കാരണമുണ്ടാകുന്ന അപരദന പ്രക്രിയ അറിയപ്പെടുന്നത് അപഘർഷണം എന്നാണ്. നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരല്, മണല്, ഉരുളൻകല്ലുകള് തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനമുണ്ടാകുന്നതിനും കാരണമാകുന്ന അപരദന പ്രക്രിയ അറിയപ്പെടുന്നത് അപഘർഷണം എന്നാണ്. ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനമാണ് അപഘർഷണം. ഒഴുകുന്ന പ്രദേശത്തെ ശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനമാണ് അപഘർഷണം. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുമ്പോൾ രൂപം കൊള്ളുന്ന താഴ്വരയാണ് വിരൂപ താഴ്വരകൾ. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുമ്പോൾ രൂപം കൊള്ളുന്ന താഴ്വരയാണ് വിരൂപ താഴ്വര എന്ന് പറയുന്നത്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന നദീരൂപമാണ് വെള്ളച്ചാട്ടങ്ങൾ. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന നദീരൂപമാണ് വെള്ളച്ചാട്ടങ്ങൾ. നദിയുടെ അപരദന ഫലമായി വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ഉപരിഘട്ടമാണ്. നദിയുടെ അപരദന ഫലമായിട്ട് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ഉപരിഘട്ടമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വളഞ്ഞൊഴുകുന്ന നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ എന്നാണ്. വളഞ്ഞൊഴുകുന്ന നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ എന്നാണ്. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തോടുകൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു.
ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് വലയങ്ങൾ അല്ലെങ്കിൽ മിയാണ്ടറുകൾ എന്നാണ്. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തുകൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞ് ഒഴുകുന്നു. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് വലയങ്ങൾ അല്ലെങ്കിൽ മിയാണ്ടറുകൾ എന്നാണ്. മിയാണ്ടറുകൾ രൂപം കൊള്ളുന്ന നദിയുടെ ഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നിവയാണ്. മിയാണ്ടറുകൾ രൂപം കൊള്ളുന്ന നദിയുടെ ഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നിവയാണ്. മിയാണ്ടറുകൾ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് രൂപപ്പെടുന്ന ഒറ്റപ്പെട്ട തടാകത്തെയാണ് നമ്മൾ ഓക്സ്ബോ തടാകം എന്ന് പറയാം. മിയാണ്ടറുകൾ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് രൂപപ്പെടുന്ന ഒറ്റപ്പെട്ട ഒരു തടാകമാണ് ഓക്സ്ബോ തടാകം എന്നുള്ളത് ഓർത്തിരിക്കുക. നദിയുടെ പ്രളയബാധിതമാകുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലമാണ് പ്രളയ സമതലങ്ങൾ. നദിയുടെ പ്രളയബാധിതമാകുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലമാണ് പ്രളയ സമതലങ്ങൾ. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളും നീർച്ചാലുകളും അറിയപ്പെടുന്നത് പോഷക നദികൾ എന്നാണ്. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളും നീർച്ചാലുകളും അറിയപ്പെടുന്നത് പോഷക നദികൾ എന്നാണ്. നദീമുഖത്തോടടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരിവിന്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞൊഴുകുന്നു. ഇവ അറിയപ്പെടുന്നത് കൈവഴികൾ എന്നാണ്. നദീമുഖത്തോടടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരിവിന്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞൊഴുകുന്നു. ഇവ അറിയപ്പെടുന്നത് കൈവഴികൾ എന്നാണ്. നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഏത് അക്ഷരമാലയിൽ നിന്നുമാണ് ഈ പദം തിരഞ്ഞെടുത്തത്? ഗ്രീക്ക്. ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഏത് അക്ഷരമാലയിൽ നിന്നുമാണ് ഈ പദം തിരഞ്ഞെടുത്തത്? ഗ്രീക്കിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദരവനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദരവനം. സുന്ദരവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സുന്ദരവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണപ്പെടുന്ന ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണപ്പെടുന്ന ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം എന്ന് പറയുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഇന്ത്യൻ കർഷക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ 3 ഭാഗങ്ങളായി കാണപ്പെടുന്ന സമതലങ്ങളാണ് സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ. ഉത്തരേന്ത്യൻ സമതലത്തിൽ 3 ഭാഗങ്ങളായി കാണപ്പെടുന്ന സമതലങ്ങളാണ് സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ സമതലമാണ് ഗംഗാ സമതലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ സമതല പ്രദേശമാണ് ഗംഗാ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം തുടങ്ങിയവ. ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം തുടങ്ങിയവ എന്നുള്ളത് ഓർത്തിരിക്കുക. ഉപരിതല നീരൊഴുക്കിന്റെ ഒരു ഭാഗം
മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി രൂപപ്പെടുന്നത് ഭൂഗർഭജലമാണ്. ഉപരിതല നീരൊഴുക്കിന്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി രൂപപ്പെടുന്നത് ഭൂഗർഭജലം. സാർവലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. സാർവലായകം എന്നറിയപ്പെടുന്നത് ജലം. ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ലയനം എന്നാണ്. ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന പ്രവർത്തനം ലയനം എന്നറിയപ്പെടുന്നു. ഭൂഗർഭജലത്തിന്റെ അപരദന പ്രവർത്തനത്തിനും തുടർന്നുള്ള ഭൂരൂപീകരണത്തിനും സഹായിക്കുന്നത് ലയനമാണ്. ഭൂഗർഭജലത്തിന്റെ അപരദന പ്രവർത്തനത്തിനും തുടർന്നുള്ള ഭൂരൂപീകരണത്തിനും സഹായിക്കുന്നത് ലയനമാണ്. ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും കാണപ്പെടുന്ന പ്രദേശം ചുണ്ണാമ്പുശിലാ പ്രദേശമാണ്. ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും കാണപ്പെടുന്ന പ്രദേശം ചുണ്ണാമ്പുശിലാ പ്രദേശം. ചുണ്ണാമ്പുശിലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂഗർഭ ജലജന്യ സവിശേഷതകൾ അറിയപ്പെടുന്നത് കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ്. ചുണ്ണാമ്പുശിലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂഗർഭ ജലജന്യ സവിശേഷതകൾ അറിയപ്പെടുന്നത് കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ്. ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായി ലയിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഗുഹകൾ. ചുണ്ണാമ്പു ശിലാപ്രദേശങ്ങൾ ഭൂഗർഭജലവുമായി ലയിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഗുഹ. ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽഭാഗത്ത് ഏറെ കാലം പറ്റിപ്പിടിക്കുന്നതിന്റെ ഫലമായി ചുണ്ണാമ്പു നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റാലക്രൈറ്റുകൾ എന്നാണ്. ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽഭാഗത്ത് ഏറെ കാലം പറ്റിപ്പിടിക്കുന്നതിന്റെ ഫലമായി ചുണ്ണാമ്പു നിക്ഷേപ ഭൂരൂപങ്ങൾ താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റാലക്രൈറ്റുകൾ എന്നാണ്. ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ ഏറെ കാലം പറ്റിപ്പിടിക്കുന്നതിന്റെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റാലക്മൈറ്റുകൾ എന്നാണ്. ഒന്നാമത്തത് സ്റ്റാലക്രൈറ്റ് ആണ്, ഇത് സ്റ്റാലക്മൈറ്റ് ആണ്. ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ ഏറെ കാലം പറ്റിപ്പിടിക്കുന്നതിന്റെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റാലക്മൈറ്റുകൾ എന്നാണ്. സ്റ്റാലക്രൈറ്റും സ്റ്റാലക്മൈറ്റുകളും ചേർന്നുണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. സ്റ്റാലക്രൈറ്റും സ്റ്റാലക്മൈറ്റും ചേർന്നുണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ. ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് അപരദനം. ചുണ്ണാമ്പ് ശിലകൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് അപരദനം. ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് നിക്ഷേപണം. ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് നിക്ഷേപണം. ബോറാ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ബോറാ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബോറാ ഗുഹകൾ ഏത് തരം ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്? ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്. ബോറാ ഗുഹകൾ ഏത് തരം ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്? ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്. തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് കടൽത്തീര ഭൂരൂപങ്ങൾ എന്നറിയപ്പെടുന്നത്. തിരമാലയുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് കടൽത്തീര ഭൂരൂപങ്ങൾ. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകൾ അറിയപ്പെടുന്നത് കടൽത്തീര ക്ലിഫുകൾ എന്നാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകൾ അറിയപ്പെടുന്നത് കടൽത്തീര ക്ലിഫുകൾ എന്നാണ്. തിരമാലകളുടെ അപരദന ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗമിടിഞ്ഞ് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് കടൽത്തീര ക്ലിഫുകൾ എന്നത്. തിരമാലകളുടെ അപരദന ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗമിടിഞ്ഞ് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് കടൽത്തീര ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. തിരമാലകളുടെ അപഘർഷണ ഫലമായി കടൽത്തീര പാറക്കെട്ടുകൾ ഒറ്റപ്പെട്ട തൂണുകളായി കാണപ്പെടുന്നു. ഇതറിയപ്പെടുന്നത് സ്തംഭങ്ങൾ എന്നാണ്.
തിരമാലകളുടെ അപഘർഷണ ഫലമായി കടൽത്തീര പാറക്കെട്ടുകൾ ഒറ്റപ്പെട്ട തൂണുകളായി കാണപ്പെടുന്നു. ഇതറിയപ്പെടുന്നത് സ്തംഭങ്ങൾ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. തിരമാലകളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ബീച്ചുകൾ എന്നുള്ളത്. തിരമാലകളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ബീച്ചുകൾ. മണൽ, മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ. മണല്, മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന പ്രദേശം മരുഭൂമിയാണ്. കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന പ്രദേശം മരുഭൂമി. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽമണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന പ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡിഫ്ലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന പ്രവർത്തനം അറിയപ്പെടുന്നത് ഡിഫ്ലേഷൻ എന്നാണ്. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകൾ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? അപഘർഷണം എന്നാണ് അറിയപ്പെടുന്നത്. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനം അപഘർഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപഘർഷണ ഫലമായി മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് കൂൺശിലകൾ. അപഘർഷണത്തിന്റെ ഫലമായി മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് കൂൺശിലകൾ. കാറ്റിന്റെ നിക്ഷേപണ ഫലമായി മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് മണൽക്കൂനകൾ എന്നറിയപ്പെടുന്നത്. കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് മണൽക്കുനകൾ എന്നറിയപ്പെടുന്നത്. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ അറിയപ്പെടുന്നത് ബർക്കനുകൾ എന്നാണ്. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ അറിയപ്പെടുന്നത് ബർക്കനുകൾ. ലോകത്തിൽ മരുഭൂമികളില്ലാത്ത ഏക വൻകരയാണ് യൂറോപ്പ്. ലോകത്തിൽ മരുഭൂമികളില്ലാത്ത ഏക വൻകര യൂറോപ്പ്. വർഷങ്ങൾ നീണ്ട മഞ്ഞുവീഴ്ചയിലൂടെ രൂപം കൊള്ളുന്നവയാണ് മഞ്ഞുപാടം. വർഷങ്ങൾ നീണ്ട മഞ്ഞുവീഴ്ചയിലൂടെ രൂപം കൊള്ളുന്നവയാണ് മഞ്ഞുപാടം. മഞ്ഞുകൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇവ അറിയപ്പെടുന്നത് ഹിമാനികൾ എന്നാണ്. മഞ്ഞുകൂടിയ ഉയർന്ന പ്രദേശത്ത് നിന്നും ഭീമാകാരമായിട്ടുള്ള മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇവ അറിയപ്പെടുന്നത് ഹിമാനികൾ എന്നാണ്. ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ ആകൃതിയിലുള്ള താഴ്വരകൾ അറിയപ്പെടുന്നത് സിർക്കുകൾ എന്നാണ്. ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ ആകൃതിയിലുള്ള താഴ്വരകൾ സിർക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നുപോകുമ്പോൾ അപരദനം നിമിത്തം രൂപം കൊള്ളുന്ന നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള ഹിമ താഴ്വരകളാണ് യു-രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നുപോകുമ്പോൾ അപരദനം നിമിത്തം രൂപം കൊള്ളുന്ന നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള ഹിമ താഴ്വരകളാണ് യു-രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിരപ്പാക്കൽ പ്രക്രിയ. അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും
നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ നിരപ്പാക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത്. 77 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.